കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ പോകുന്ന ദൂരേ ഉള്ളൂ ഇവിടുന്ന് സ്പേസിലോട്ട്. പക്ഷേ ആ പോക്ക് അത്ര ചില്ലറ പോക്കല്ല. അത് വായുവില്ലാത്ത സ്ഥലമാണ്. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഭൂമിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ആ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ ഒരു വലിയ ഫിനോമിനൻ ഉണ്ടാകും. എന്താ വെച്ചാൽ എയർ മോളിക്യൂൾസ് ഉണ്ട്. ഈ സ്പേസ് ക്രാഫ്റ്റ് എയർ മോളിക്യൂൾസുമായിട്ട് ഇങ്ങനെ വരെയും ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ്റെ റിസൾട്ട് എന്താണ്? ചൂട്. ആ ചൂടെന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ? ഒരു 2000 ഡിഗ്രി. എത്രയുണ്ട്? 2000 ഡിഗ്രി. വെള്ളം തിളയ്ക്കുന്ന എത്ര ഡിഗ്രിയിലാണ്? 30 ഡിഗ്രി. 100 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എത്ര? 37 ഡിഗ്രി. അതൊരു 40 ഡിഗ്രി ആയിരിക്കുന്ന അവസ്ഥ എന്താ? പനി അല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പം 2000 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരുമാതിരിപ്പെട്ട എല്ലാ മെറ്റൽസും ഉരുകിപ്പോകും. ഈ ചൂട് കാരണമാണ് ഉൽക്കകളൊന്നും ഭൂമിയിലേക്ക് പതിക്കാത്തത്. കാര്യം കയറുമ്പോഴേ കത്തി അങ്ങ് പോകും. അപ്പം ഈ തിരിച്ചു വരുന്ന ബഹിരാകാശ വാഹനത്തിനും ഇതേ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇതിൻ്റെ പുറത്ത് നല്ല തെർമൽ കവറിങ് ഉണ്ടാകും. എത്ര വലിയ ചൂടിനെയും ഓവർകം ചെയ്യാൻ പറ്റും. ഇത് തിരിച്ച് കയറുന്നത് ഏതാണ്ട് 28 മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിലാണ്. 28,000 കിലോമീറ്റർ. നമ്മൾ കാറിൻ്റെയൊക്കെ മാക്സിമം സ്പീഡ് എത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത്? 50 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 70, 100 പോട്ടെ അല്ലേ? 100 കിലോമീറ്റർ പോകുമ്പോൾ എന്തൊരു സ്പീഡ് അല്ലേ? ഇപ്പോൾ 28,000 കിലോമീറ്റർ. അങ്ങനെ കയറുമ്പം ഈ സ്പേസിലൂടെ അതിൻ്റെ താഴ്ന്ന ഓർബിറ്റിൽ ഒരു ഉപഗ്രഹം ചുറ്റുന്നത് ഏതാണ്ട് 35,000-40,000 കിലോമീറ്റർ വേഗതയിലാണ്. അതിൻ്റെ സ്പീഡ് കുറച്ചിട്ടാണ് ഈ 28,000-ൽ എത്തിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എങ്ങനെ കുറയ്ക്കും? പിടിച്ചു നിർത്താൻ പറ്റുമോ? ബ്രേക്ക് ചവിട്ടിയാൽ നിർത്തുമോ? നിൽക്കുമോ? ഇല്ല. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേ റോക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ന്യൂട്ടൻ്റെ തേർഡ് ലോ അല്ലേ? എന്താ ന്യൂട്ടൻ്റെ തേർഡ് ലോ? എവരി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം ഈ പേടകത്തിൽ, ഈ വെസലിൽ കുറച്ച് റോക്കറ്റ് എഞ്ചിനുകളുണ്ട്, ചെറിയ ത്രസ്റ്ററുകൾ എന്നാണ് പറയുന്നത്. ഈ ത്രസ്റ്ററുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യിക്കുമ്പം ഇതിൻ്റെ സ്പീഡ് കുറയും. നമ്മൾ ഓടിപ്പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് പിടിച്ചു നിർത്തിയാൽ നമ്മൾ നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ ആ ത്രസ്റ്ററുകളാണ് ചെയ്യുന്നത്. ഈ ത്രസ്റ്ററുകളിൽ ഫ്യൂവലുണ്ട്, റോക്കറ്റ് ഫ്യൂവൽസ് ഇല്ലേ? ആ ഫ്യൂവലിനെ റോക്കറ്റിൻ്റെ ആ എൻജിനിലേക്ക് കൊടുക്കണം. ആ എൻജിനിലേക്ക് കൊടുക്കണമെങ്കിൽ അതിനൊരു പ്രഷർ കൊടുക്കണം. ആ പ്രഷർ കൊടുക്കുന്നത് ഹീലിയം ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഹീലിയം ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അതൊരു എനർട്ട് ഗ്യാസാണ് അല്ലേ? എനർട്ടല്ലേ? അത് ആരോടും ഒരു വഴക്കിനും പോകാത്ത, ഒന്നിനോടും റിയാക്ട് ചെയ്യാത്ത ഒരു പാവം ഗ്യാസാണ് ഹീലിയം. അതുകൊണ്ട് ഹീലിയമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ ഫ്യൂവലുമായിട്ടോ അതിൻ്റെ വോൾസുമായിട്ടോ ഒന്നും റിയാക്ട് ചെയ്യില്ല. ആ ഹീലിയം ഗ്യാസ് ആണ് ഇതിനാവശ്യമായ, ഈ ഫ്യൂവലിനാവശ്യമായ പ്രഷർ കൊടുത്ത് ഈ ത്രസ്റ്ററുകളെ വർക്ക് ചെയ്യിക്കുന്നത്. ഈ ഹീലിയം ഗ്യാസ് ഇതിൻ്റെ അകത്തു നിന്ന് ഈ ഹീലിയം ഗ്യാസിന് ലീക്കുണ്ടായി. ഹീലിയത്തിൻ്റെ ലീക്ക്, അതാണ് ഇപ്പോൾ അതിൻ്റെ പ്രശ്നം. പക്ഷേ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. ആവശ്യത്തിന് ഹീലിയം അതിൻ്റെ അകത്തുണ്ട്, ആവശ്യത്തിന് പ്രഷറും കൊടുക്കാൻ പറ്റും. പക്ഷെ വരാത്തത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ഹീലിയം ലീക്ക് ഉണ്ടായത് എന്നിവർക്ക് പഠിക്കണം. നാസയ്ക്ക് പഠിക്കണം. അത് പഠിച്ചതിൻ്റെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ ഭാവിയിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തിരിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞാൽ, ഈ പേടകത്തിന്, ഈ വെസലിന് 2 ഭാഗങ്ങളുണ്ട്. ഈ യാത്രികർ ഇരിക്കുന്നൊരു ഭാഗമുണ്ട്, പിന്നെ സർവീസ് ബോഡികൾ എന്ന് പറയുന്ന വേറെ. അവിടെയാണ് ഈ ഹീലിയം പമ്പ്, ത്രസ്റ്ററുകൾ, ഇങ്ങനത്തെ കുന്തം കുടച്ചക്രം എല്ലാം അവിടെയാണുള്ളത്. അതൊന്നും ആവശ്യമില്ല. അതെന്ത് പറ്റും? അതിന് തെർമൽ കവറിങ് ഇല്ല. അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ ആ ഭാഗം കത്തിയും പോകും. ഇവരിരിക്കുന്ന ഭാഗം മാത്രം ഇനി വരും. അപ്പം അത് കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കിത് നോക്കാൻ പറ്റുമോ? അത് നോക്കിയില്ലെങ്കിൽ ഇതിൻ്റെ എന്താ കുഴപ്പമെന്ന് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല.
അപ്പം ഇവിടുന്ന് വേറെ പമ്പുകൾ അയച്ച് ഹീലിയം ഈ ത്രസ്റ്ററുകൾ അയച്ച് അത് മാറ്റി പിടിപ്പിച്ച് ഈ ത്രസ്റ്ററുകൾ സേഫായിട്ട് തിരിച്ചിവിടെ കൊണ്ടുവരണം, എന്നിട്ടത് അയച്ച് നോക്കണം. അപ്പം അതിനുള്ള സമയമാണ് ഈ എടുക്കുന്നത്. അവരവിടെ നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട, അവരവിടെ അടിച്ചു പൊളിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവരെങ്ങനെ ആസ്വദിച്ച് കഴിയുകയാണ്. നല്ല ഒന്നാമതൊരു ഒരു റിസോർട്ടാണ് ബഹിരാകാശത്തുള്ളത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ എല്ലാ ഫെസിലിറ്റിയും അവിടെയുണ്ട്. ഒരാഴ്ചത്തേക്ക് പോയവരെ ചിലപ്പോൾ 2-3 മാസം ഇപ്പം നിങ്ങളെ കൊണ്ടുപോയി ഒരു 5 സ്റ്റാർ ഇവിടെ ഒരു താജിലോ വല്ലതും പോയി നിങ്ങളെ ഒരു 2 ദിവസത്തേക്ക് കൊണ്ടുപോകാം, സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ വഴിയിൽ എന്തോ വെള്ളപ്പൊക്കമോ കാര്യമുണ്ടായി, തിരിച്ചു വരാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങളവിടെ 1 മാസം താമസിച്ചോ എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ? അല്ലേ? ആണോ? 2 മാസം സുഖമായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അങ്ങനെ താമസിക്കാം എന്ന് പറഞ്ഞതുപോലെ സുനിത വില്യംസ് അവിടെ താമസിക്കുക. അതുകൊണ്ട് അവിടെ എത്ര നാൾ വേണം